ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് മിഡ് ടേം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരള പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ. ഒറ്റച്ചാലായി ഉഴുതുമറിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കൂ. തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യം, തൊഴിലാളികളുടെ ഐക്യം, തൊഴിലാളികളുടെ ആത്മവിശ്വാസം, തൊഴിലാളികളുടെ കരുത്ത്. ഇതിലേതാണ് റൈറ്റ് ആൻസർ? അതെ, തൊഴിലാളികളുടെ ഐക്യമാണല്ലേ. ഓക്കെ, ആൻസർ എന്താണ്? തൊഴിലാളികളുടെ ഐക്യം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നിനക്കതിന് ആവില്ല മാധവ, ഞാൻ കാക്കുന്നില്ല. മാധവൻ്റെ ഏത് അവസ്ഥയാണ് ഇവിടെ തെളിയുന്നത്? ദയനീയത, കഴിവില്ലായ്മ, നിസ്സംഗത, നിസ്സഹായാവസ്ഥ. ഇതിലേതാണ്? അതെ, നിസ്സഹായാവസ്ഥയാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. മൂന്നാമത്തെ ചോദ്യം. അത്തരം മനോഭാവം വച്ചു പുലർത്താൻ പാടില്ല. ഏതു മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്, കഴിവുകൾ വികസിക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്, പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്, ഉപജീവനത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്. അപ്പോൾ ഏതു മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതെ, പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നതാണല്ലേ. ആൻസർ എന്താണ്? പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇത് നാലാമത്തെ ചോദ്യം. വൈദ്യുത ആഘാതമേറ്റതുപോലെ അച്യുതമാമ ഞെട്ടിത്തരിച്ചു. അടിവരയിട്ട പദം വിഗ്രഹിച്ചാൽ ശരിയായത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വൈദ്യുതിക്കുള്ള ആഘാതം. വൈദ്യുത ആഘാതമേറ്റതുപോലെയല്ലേ? വൈദ്യുതാഘാതം, വൈദ്യുതിക്കുള്ള ആഘാതം, വൈദ്യുതിക്കുണ്ടായ ആഘാതം, വൈദ്യുതിയുടെ ആഘാതം, വൈദ്യുതിയും ആഘാതവും. അപ്പോൾ ഇതിലെ റൈറ്റ് ആൻസർ ഏതാണ്? യെസ്, വൈദ്യുതിയുടെ ആഘാതമാണല്ലേ. ആൻസർ വൈദ്യുതിയുടെ ആഘാതം. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അവരിൽ നിന്ന് 2 കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു. ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്ക് ശേഷം അവരെ ഗുരുവിൻ്റെ 2 വശത്തുമായി ഇരുത്തി. കുട്ടികളെ ചേർത്തിരുത്തിയതിലൂടെ ഗുരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് എന്ത്? സഹോദര സ്നേഹം, ജാതിയുടെ നിരർത്ഥകത, മനുഷ്യത്വം. ഇതിലേതാണ്? അതെ, എന്താണ്? ജാതിയുടെ നിരർത്ഥകതയാണല്ലേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ, രണ്ടാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി മാറ്റി എഴുതുക. വാക്യം നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതി മത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും. അപ്പോൾ ഇവിടെ 2 സെൻറ്റൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യണം നിങ്ങൾ? അർത്ഥവ്യത്യാസം വരാതെ ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറു നിറയെ ഭക്ഷണം കഴിക്കുകയും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതി മത വിവേചനങ്ങളില്ലാതെ പാറി നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അർത്ഥവ്യത്യാസം വരാതെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ 7ാമത്തെ ചോദ്യം. ടൈം മാനേജ്മെൻറ്റിൻ്റെ സൂത്രങ്ങൾ ഉപയോഗിച്ച് സമയം പരമാവധി കുറയ്ക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് മണിക്കൂറിൻ്റെ കണക്കൊന്നും ഏൽക്കാത്തത്. ഉദ്ദേശം 6 മണിയോടെ മന്ത്രി എത്തുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ഉദ്ദേശം, ഉദ്ദേശം, ഉദ്ദേശ്യം, ഉദ്ദേശം എന്നീ പദങ്ങൾക്ക് 2 സന്ദർഭങ്ങളിലുമുള്ള അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 ഉദ്ദേശം നോക്കൂ. കുറയ്ക്കാമെന്ന ഉദ്ദേശ്യത്തോടെയാണ്. അതുപോലെ തന്നെ അടുത്ത ഉദ്ദേശം എന്താണ് നോക്കൂ. ഉദ്ദേശം 6 മണിയോടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന അർത്ഥവ്യത്യാസം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ആദ്യത്തെ വാക്യത്തിൽ ലക്ഷ്യം എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശ്യം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഏകദേശം എന്ന അർത്ഥത്തിലാണ് 2ാമത്തെ വാക്യത്തിൽ ഉദ്ദേശ്യം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സംതൃപ്തിയുടെ അടിസ്ഥാനം അതാണ്. ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതുതന്നെ. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? യെസ്, ഒരു ലേഖനം എഴുതുന്നതായാലും ചിത്രം വരയ്ക്കുന്നതായാലും തോട്ടപ്പണി എടുക്കുന്നതായാലും പ്രസംഗം ചെയ്യുന്നതായാലും എല്ലാറ്റിലും നമ്മുടെ വ്യക്തിത്വം തെളിഞ്ഞു കാണണം. അതാണ് സംതൃപ്തിയുടെ അടിസ്ഥാനവും ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലല്ല എന്ന സത്യം നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത്. മാധവൻ ഇങ്ങനെ ചിന്തിക്കാനിടയായ സാഹചര്യം വിശകലനം ചെയ്ത് കുറിപ്പായി എഴുതുക. അപ്പം നമ്മളോട് എന്താ കൂട്ടുകാരെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? അതെ, വിശകലന കുറിപ്പാണല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ് ആര്? എസ് മാധവൻ. ഓഫീസിലെ തിരക്കുകൾ മൂലം കുടുംബകാര്യങ്ങൾക്കായി മാറ്റിവെക്കാൻ പലപ്പോഴും അയാൾക്ക് സമയം തികയാറില്ല. അച്ഛനെ ഓർമ്മയില്ലാത്ത മാധവന് കുട്ടിക്കാലത്ത് സ്നേഹവും വാത്സല്യവും നൽകിയ അച്യുതമാമ മാധവനെ കാണാൻ എത്തുന്നു. 2-3 തവണ വന്നിട്ടും മാധവനുമായി സംസാരിക്കാൻ അമ്മാമ്മയ്ക്ക് സാധിക്കുന്നില്ല. സംസാരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ തിരക്കുകൾ കൊണ്ട് അയാൾക്ക് അച്യുതമാമയെ ഒഴിവാക്കേണ്ടി വരുന്നു. ഭാര്യയോടും മകനോടുമൊപ്പം ചെലവഴിക്കാനുള്ള സമയം പോലും അയാൾക്ക് കിട്ടുന്നില്ല. അത് അവരുടെ വാക്കുകളിൽ നിന്നും കേൾക്കേണ്ടി വന്നപ്പോഴാണ് ജീവിതം തൻ്റെ കയ്യിലല്ല എന്ന സത്യം മാധവൻ തിരിച്ചറിയുന്നത്. കഥാനായകൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് തൊഴിലിടവുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. 10ാമത്തെ ചോദ്യം നോക്കൂ. ഇടിവാളുകളായി കുളിരായഴക ആദ്യാശ്യതയായി തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. ഭൂമിയെ സമൃദ്ധവും സമ്പന്നവുമാക്കാനെത്തുന്ന തൊഴിലാളികളുടെ വർദ്ധിതമായ വീര്യം ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ? സ്വഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായമാണല്ലേ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഊഷ്മരമായ ഭൂമിയെ സമൃദ്ധിയിലേക്ക് എത്തിക്കാൻ അണിയായി ഒരേ മനസ്സോടെ എത്തുന്ന തൊഴിലാളികളുടെ ചിത്രമാണ് ഈ വരികളിൽ കവി വരച്ചിടുന്നത്. കരുത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് തൊഴിലാളികൾ. ഇടിവാളുകൾ പോലെ ശക്തവുമാണ് അവരുടെ ചുവടുകൾ. എല്ലാ പ്രതിബന്ധങ്ങളെയും പൊരുതി തോൽപ്പിക്കാനുള്ള കരുത്തും അജയ്യമായ മനോഭാവവുമാണ് അവർക്കുള്ളത്. വേനലിൻ്റെ ഒടുവിൽ ഭൂമിയെ കുളിരണിയിക്കാൻ എത്തുന്ന മഴ പോലെ മണ്ണിന് ആശ്വാസവും പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് അവർ എത്തുന്നത്. ഹൃദയവേദനകളെ ഉള്ളിലൊതുക്കി അടിപതറാതെ ഐക്യത്തോടെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലായ്മ ചെയ്യും എന്ന തീരുമാനത്തോടെ കരുതിയിറങ്ങിയ തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യവും കരുത്തുമെല്ലാം ഈ വരികളിൽ പ്രകടമാകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ചോദ്യം നോക്കൂ. യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചു. ഏത് ആചാരത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ കടന്നു വരുന്നത്? വിലയിരുത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ജാതിയുടെ പേരിൽ മനുഷ്യരെ വേർതിരിച്ചു നിർത്തിയിരുന്ന ആചാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർഷക തൊഴിലാളികൾ പകൽ മുഴുവൻ പണിയെടുക്കുന്നത് പണക്കാർക്കു വേണ്ടിയാണ്. ഈ തൊഴിലാളികളുടെ പൂർവികരും ഇങ്ങനെ തന്നെ അധ്വാനിച്ചിരുന്നവരാണ്. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത കർഷക തൊഴിലാളികൾ ഈ വിവേചനം അനുഭവിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് കൂട്ടത്തിൽ നിന്നും മാറി അവർ ഇരുന്നത്. ഇത് ഗുരുവിനെ വേദനിപ്പിച്ചു. അവരിൽ നിന്നും 2 കുട്ടികളെ വിളിച്ച് ഗുരു ഇടത്തും വലത്തുമായിരുത്തി. മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഗുരു പറഞ്ഞു. ഇത് പറയുമ്പോൾ ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിക്കുന്ന നിമിഷങ്ങളായി അത് മാറി. ഓക്കെ, ഇതിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം എന്താണ്? വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത്. രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത്. അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിത അവസ്ഥയിലുണ്ടായ മാറ്റങ്ങളെ എത്രത്തോളം ആവിഷ്കരിക്കാൻ ഈ വരികളിലൂടെ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്? വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിലുണ്ടായ വിപ്ലവകരമായ മാറ്റത്തിൻ്റെ സൂചനയാണ് ഈ വരികളിൽ കടന്നു വരുന്നത്. അന്നന്നത്തെ അധ്വാനം കൊണ്ട് അന്നന്ന് കഴിഞ്ഞുകൂടിയിരുന്നൊരു കാലത്തിൻ്റെ സൂചനകളും അടിമ ജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളും ഇവിടെ തെളിയുന്നുണ്ട്. വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീട് എന്ന പ്രയോഗത്തിൽ അടിസ്ഥാന വർഗം അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളുടെ ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. വൃത്തിയാക്കാതെ മാറാല കെട്ടിക്കിടന്ന തേച്ചു മിനുക്കാത്ത പാത്രങ്ങളുള്ള വീടും മൂക്കട്ടെ ഒലിപ്പിച്ച് വൃത്തിഹീനമായി നിന്ന കുഞ്ഞുങ്ങളെയുമാണ് വേലയ്ക്കിറങ്ങിയപ്പോൾ മാതാപിതാക്കൾ കണ്ടിട്ട് പോയത്. തിരികെ കൂലിനെല്ലുമായി എത്തിയപ്പോൾ വൃത്തിയും വെടുപ്പുമുള്ള വീടും കുഞ്ഞുങ്ങളുമാണ് അവരെ കാത്തിരുന്നത്. നവോത്ഥാന സമരങ്ങളുടെ പരിണിത ഫലമായി അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളെ ആവിഷ്കരിക്കാൻ ഈ വരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. 13ാമത്തെ ചോദ്യം, താതൊരു ജോലിയും ചെയ്യാതെ വെറും സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും. ഈ പ്രസ്താവനയോട് യാതൊരു ജോലിയും ചെയ്യാതെ അവരും സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായവും KP കേശവമേനോൻ്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായവും വേണം, അതുപോലെ തന്നെ എന്താണ് കവി KP കേശവമേനോൻ്റെ കാഴ്ചപ്പാടുകളും കൂടി ഉൾപ്പെടുത്തി വേണം കുറിപ്പ് തയ്യാറാക്കാൻ. ഓക്കെ, നമുക്ക് എഴുതാം. യാതൊരു ജോലിയും ചെയ്യാതെ സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന കാഴ്ചപ്പാടാണ് KP കേശവമേനോൻ അവതരിപ്പിക്കുന്നത്. പ്രകൃതി കനിഞ്ഞരുളിയ കഴിവുകൾ ഉപയോഗപ്പെടുത്താതെയുള്ള ജീവിതം മടുപ്പുളവാക്കുന്നതാണ്. നാം ജീവിക്കുന്ന സമുദായത്തിന് അഥവാ സമൂഹത്തിന് ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് വലിയ അനുഗ്രഹമാണ് എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നതിലൂടെ നമ്മുടെ കഴിവുകളും ജീവിതം തന്നെയും നശിപ്പിച്ചു കളയുകയായിരിക്കും ചെയ്യുക. സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്നതിലൂടെ നേടുന്ന ആനന്ദം മറ്റൊന്നിനും നൽകാനാവില്ല. ശരിയായ രീതിയിൽ ആസ്വദിച്ച് ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയൂ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നല്ല വിരോധാഭാസം. മാധവനോട് ഇങ്ങോട്ട് പണം വാങ്ങാനല്ല ഞാൻ വന്നത്. അച്യുതമാമ ഇങ്ങനെ പറഞ്ഞ സാഹചര്യം എന്തായിരുന്നു? തന്നെ കാണാൻ വന്ന അച്യുതമാമ പണത്തിൻ്റെ ആവശ്യത്തിനാകും വന്നതെന്ന് മാധവൻ കരുതുന്നു. കുറച്ചു പണം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ മാധവൻ തിരുകി. ഈ സന്ദർഭത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പണം വാങ്ങാൻ വന്നതല്ല എന്ന് അച്യുതമാമ പറയുന്നത്. യഥാർത്ഥത്തിൽ തറവാട്ടു സ്വത്തിൽ നിന്നുള്ള ഓഹരിയിൽ മാധവനുള്ളത് നൽകാനും കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുമാണ് അച്യുതമാമ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക് ബാല്യത്തിൻ്റെ സംരക്ഷക പ്രതീകം അച്യുതമാമയായിരുന്നു. താമസിക്കാനൊന്നും എനിക്ക് വൈകം മാധവ, തിരക്കില്ലാത്തപ്പോൾ ഞാൻ വരണ്ടേ. ഏതായാലും കുറച്ച് സമയം എനിക്ക് വേണം. നിനക്കതിനാവില്ല മാധവ, ഞാൻ കാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഴിച്ചു. ഈ വാക്കുകളിൽ തെളിയുന്ന അച്യുതമാമ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, കഥയിലെ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കഥാപാത്ര നിരൂപണമാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. അച്യുതമാമയുടെ കടന്നുവരവ് അവതരിപ്പിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. മാധവൻ്റെ തിരക്കു പിടിച്ച ഒരു ദിവസത്തിലേക്കാണ് അച്യുതമാമ എത്തുന്നത്. മാധവനോട് സംസാരിക്കാൻ കുറച്ചു സമയം വേണമെന്ന് അച്യുതമാമ ആവശ്യപ്പെടുന്നു. എന്നാൽ മാധവന് ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കാനാകില്ലായിരുന്നു. മാധവൻ്റെ ബുദ്ധിമുട്ടുകളും തിരക്കും മനസ്സിലാക്കി വന്ന കാര്യം പറയാതെ അദ്ദേഹം മടങ്ങുകയാണ്. അച്ഛനെക്കുറിച്ച് ഓർമ്മ പോലുമില്ലാത്ത മാധവന് അച്യുതമാമ അച്ഛനായിരുന്നു. ബാല്യത്തിൽ മാധവനെ സംരക്ഷിച്ചത്, സ്നേഹിച്ചത്, ലാളിച്ചത്, കൂട്ടായത്, മാറിയതെല്ലാം കഥയിലുണ്ട്. വൈകാതെ തന്നെ അച്യുതമാമ മാധവനോട് സംസാരിക്കാനായി വീണ്ടും വരുന്നുണ്ട്. അപ്പോഴും തിരക്ക് മൂലം അദ്ദേഹത്തോട് സംസാരിക്കാൻ മാധവന് സമയം കിട്ടുന്നില്ല. എങ്കിൽ കൂടിയും യാതൊരു പരിഭവവും ഇല്ലാതെ അച്യുതമാമ മടങ്ങിപ്പോകുന്നു. പിന്നീട് ഞായറാഴ്ച അച്യുതമാമയ്ക്കായി മാധവൻ സമയം മാറ്റിവെക്കുന്നു. പറഞ്ഞ സമയത്ത് തന്നെ അച്യുതമാമ പടിയിറങ്ങുന്നത് കഥയിൽ കാണാം. മാധവന് തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയിരുന്ന സ്ഥാനം കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തറവാടിൻ്റെ ഓഹരി മാധവന് കൈമാറിയിട്ട് എങ്ങോട്ടെന്നറിയാതെ പടിയിറങ്ങിപ്പോകുന്ന അച്യുതമാമയെയാണ് കഥാവസാനം നമുക്ക് കാണാനാവുക. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതുപോലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അടുത്ത ചോദ്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ യപരനു സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാകുന്നതെങ്ങനെ? അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം എന്ന പാഠഭാഗത്തെ ആശയങ്ങളും നിങ്ങളുടെ കണ്ടെത്തലുകളും ഉൾപ്പെടുത്തി ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി. നമ്മുടെ നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ പല തട്ടുകളായി കഴിഞ്ഞ കാലത്താണ് ശ്രീനാരായണ ഗുരു രംഗത്ത് വരുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു.
ജാതിമതഭേദവും മതദ്വേഷവുമില്ലാതെ മനുഷ്യർ സാഹോദര്യത്തോടെ ജീവിക്കുന്ന മാതൃകാ സംസ്ഥാനമായിട്ടാണ് അദ്ദേഹം നാടിനെ സങ്കല്പിച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഈ ദർശനങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ്. ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അദ്ദേഹം ശബ്ദിച്ചു. യുഗങ്ങളായി അകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ഗുരു ചേർത്തു നിർത്തി. അവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഏവരും സമന്മാരാണ് എന്ന സന്ദേശമാണ് ഗുരു നൽകിയത്. ഏറെക്കാലമായി നിലനിന്ന അനാചാരത്തെയാണ് അദ്ദേഹം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. സ്വന്തം സുഖത്തിനായി നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ സുഖത്തിനും പ്രയോജനപ്പെടണം. സ്വന്തം സുഖം മാത്രമല്ല, മറ്റുള്ളവരുടെ സുഖവും നാം ലക്ഷ്യമാക്കണം എന്നാണ് ഗുരു പറയുന്നത്. സമൂഹജീവി എന്ന നിലയിൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും അപരനെ കൂടി പരിഗണിക്കേണ്ടി വരും എന്നാണ് ഗുരു അർത്ഥമാക്കിയത്. പ്രസംഗം, സംഭാഷണം, എഴുത്ത് എന്നിവയിലൂടെ ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ച ദർശനങ്ങൾ സാർവകാലിക പ്രസക്തിയുള്ളതാണ്. ഒരു ഉറുമ്പിനെ പോലും പീഡയുണ്ടാക്കാത്ത ജീവിതമാണ് നാം നയിക്കേണ്ടത് എന്നാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഗുരുദർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കവിതയുടെ ആശയം, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ കവിതാ ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ നന്നായി വായിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കാം. നന്മകൾ ചെയ്യുവാനുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുന്ന കവിതയാണ് രാവുണ്ണിയുടെ നന്മ. ലോകത്തിന് പ്രകാശം നൽകിക്കൊണ്ട് കത്തിജ്വലിക്കുകയാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ നമുക്ക് വെളിച്ചമില്ല. ഭൂമിയുടെ ദാഹം അകറ്റാനാണ് മേഘം മഴയായി പെയ്യുന്നത്. മറ്റുള്ളവരുടെ വിശപ്പിനെ ഇല്ലാതാക്കാൻ തൻ്റെ ദേഹം തന്നെ ദാനം ചെയ്യുകയാണ് ഫലങ്ങൾ അഥവാ കനി. കാണുന്നവർക്ക് കണ്ണിന് ഉത്സവ കാഴ്ചയൊരുക്കി പൂക്കൾ നിറഞ്ഞ് ചെടികൾ നിൽക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ സ്വയം ഏറ്റുവാങ്ങി ചുറ്റിലും തണൽ നൽകുന്ന മരങ്ങൾ. ഇങ്ങനെ മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യാൻ എത്രയെത്ര സന്ദർഭങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. ഇതെല്ലാം കണ്ട് നമ്മുടെ മനസ്സിലും നന്മ നിറയണം എന്ന് കവി ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരം നന്മ ചെയ്യാനുള്ളതാണ്. നന്മകൾ മാത്രം വിതച്ച് കൊയ്തെടുക്കുന്ന ഒരു വയലായി തീരണം നമ്മുടെ ജീവിതം എന്ന് കവി ഉപദേശിക്കുന്നു. ഈ കവിതയിലെ ദീപ്തിയേകുവാൻ, ദാഹമകറ്റുവാൻ, വിശപ്പാറ്റുവാൻ, തണലേകുവാൻ തുടങ്ങിയ പദങ്ങൾ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഗുണത്തിനായി ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഗുണത്തിനായി വരണം എന്ന ശ്രീനാരായണ ഗുരു സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ കവിത. അപ്പോൾ കൂട്ടുകാരും എന്തു ചെയ്യുക? ഇതുപോലെ കവിതാഭാഗം വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.